ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ബട്ടർ കുക്കീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കീസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 60 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ക്രീം രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ്, കൂടെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീം രൂപത്തിലാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ച് കൊടുക്കാനുള്ളത്. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് വേർതിരിച്ച് വയ്ക്കാം. ഞാനിവിടെ 2 കളറായിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് വാനില ഫ്ലേവറും രണ്ടാമത് കൊക്കോ പൗഡർ ചോക്ലേറ്റ് ഫ്ലേവറിലുമാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തി മാവിന്നും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഫ്ലേവർ തന്നെ തയ്യാറാക്കിയാൽ മതി. ഇവിടെ വാനില ഫ്ലേവറും തയ്യാറായിട്ടുണ്ട്, കൊക്കോ പൗഡർ മിക്സും തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ മാവൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത് കവറിൽ ചുറ്റി ഫ്രീസറിൽ 20 മിനിറ്റോളം വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മാവ് കട്ട് ചെയ്യുമ്പോൾ വിട്ടു പോവാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തോട്ടും ഉപ്പാക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് 15-20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 കഷ്ണങ്ങളാക്കി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നടുക്ക് വാനില ഫ്ലേവർ വെച്ച് കൊടുക്കുക. മുകളിൽ ചോക്ലേറ്റ് ഫ്ലേവർ. ഇതുപോലെ തിരിച്ചും വെച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. നമുക്ക് ഇത് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായി ഇരിപ്പുണ്ട്. ഫ്രീസറിൽ വെച്ചെടുത്തതുകൊണ്ട് നല്ല ടൈറ്റായിട്ടുണ്ട്. പതിയെ 3 കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പതിയെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കൂടുതൽ സമയം പുറത്തിരിക്കുമ്പോൾ അലിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. കാരണം ബട്ടർ ഇട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. അപ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. കണ്ടില്ലേ, ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കവർ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുക്കീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്.
എല്ലാം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കുക്കീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കണ്ണുള്ള പാത്രത്തിൽ കുക്കീസ് വെച്ച് കൊടുക്കാം. വെക്കുന്നതിന് മുന്നേ പാത്രം നന്നായിട്ടൊന്ന് എണ്ണയോ ബട്ടറോ കൊണ്ട് തടവി കൊടുക്കുക. ഇതിനി ഒരു 25-30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുക്കീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.